പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിനായി ആദ്യം തന്നെ നമുക്ക് അരിയാണ് വേവിച്ചെടുക്കേണ്ടത്. നമുക്ക് ഫ്രൈഡ് റൈസിന് എപ്പോഴും നമ്മൾ അരി ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനിപ്പോൾ അരി ഊറ്റിയെടുക്കാനല്ല, അപ്പോൾ നമുക്ക് വെള്ളം ഇരട്ടിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഈ കളർ വന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ സ്റ്റോക്കും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കളർ വന്നത്. അപ്പോൾ നമ്മുടെ റൈസിനും ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അരി വേകാൻ വേണ്ടിയുള്ള വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരി ഇട്ട് കൊടുക്കുന്നതിന് മുന്നേ അരി ഒരു 15 to 20 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1 കപ്പ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി ഇടുമ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ അളവ് നോക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ കുറച്ച് അരി മുങ്ങിക്കിടക്കാവുന്ന കുറച്ച് അധികം ഇരട്ടി വെള്ളം ഒഴിച്ച് തന്നെ കൊടുക്കുക. കാരണം ഇത് വെള്ളം നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നില്ല, വറ്റിച്ചെടുക്കുന്നില്ല, നമ്മളത് വെള്ളം കളയുക ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെജിറ്റബിൾ ഓയിൽ. നമ്മളെപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ വെജിറ്റബിൾ ഓയിൽ തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അരി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ അരി നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ലോണം കുക്കായി പോവണ്ട, ഇതിപ്പോൾ ഒന്ന് ഹാഫ് കുക്കായാൽ മതി. ഇനി നമുക്കിത് അരി ഊറ്റിയെടുത്ത് വെക്കാം, നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു പാനിലേക്ക് നമുക്ക് മസാല റെഡിയാക്കാം. അതായത് ഫ്രൈഡ് റൈസിനുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് വെജിറ്റബിൾ ഓയിലാണ്, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും എടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ഫ്രൈഡ് റൈസിന് വെളിച്ചെണ്ണ അല്ലാത്ത മറ്റേതെങ്കിലും ഓയിൽ, റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഞാൻ ഇഞ്ചി കൊത്തി അരിഞ്ഞതാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. നമ്മളെപ്പോഴും വെജിറ്റബിൾസ് അല്ലേ, അപ്പോൾ ഇഞ്ചിയുടെയൊക്കെ ചുവ നന്നായിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇത് നല്ല വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ ഒരു ചെറിയൊരു പച്ചപ്പ് മാറി കിട്ടിയാൽ മതി കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, അതിൻ്റെ പച്ചപ്പ് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തേക്ക് കൊത്തിയരിഞ്ഞ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് ഒരു വലിയ മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്, അത് കൊത്തിയരിഞ്ഞിട്ട്. ഇതും നമുക്ക് നന്നായിട്ട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല. ഒന്ന് അതിൻ്റെ സവാളയുടെ പച്ചപ്പ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അധികം മൂത്ത് പോകണ്ടല്ലോ, നമുക്ക് വഴണ്ട് വരണ്ട. ഇനി അതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ ക്യാരറ്റാണ്, അത് കുഞ്ഞതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ക്യാരറ്റിൻ്റെ കൂടെ ഞാനിപ്പോൾ ബീൻസ് എടുക്കുന്നുണ്ട്. ബീൻസ് ഒരു 10-15 എണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ. അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണും. അതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഫ്രൈഡ് റൈസിന് എപ്പോഴും ഇങ്ങനെയാണ്. പിന്നെ ഇതുപോലെ അരിഞ്ഞെടുക്കുക, ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക. ഇനി അതുപോലെ ഞാൻ അതിനകത്തേക്ക് ക്യാബേജ് ചേർക്കുന്നുണ്ട്. ക്യാബേജും ഒരു ചെറിയൊരു പീസാണ്, ഒരു ബൗള് കിട്ടാൻ പാകത്തിനുള്ളൊരു പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും കൊത്തി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം വെജിറ്റബിൾസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഞാൻ തീ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക, ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. ഇനിയിപ്പോൾ പച്ചക്കറിയിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ചോറിനൊക്കെ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് നമ്മൾ ഉപ്പിടും. പിന്നെ നമ്മൾ സോയാ സോസ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനും ഉപ്പുണ്ടാകും. പിന്നെ ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് ചേർത്ത് കൊടുക്കുക. ആ ഒരു പച്ചക്കറിയിലേക്കൊന്ന് വേകുമ്പോഴേക്കും അതിനകത്തൊന്ന് എരിവ് പിടിക്കാൻ വേണ്ടിയാണ്. പിന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും ഈ സമയത്ത് ഇട്ട് കൊടുത്താൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പും കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലായിടത്തും പിടിക്കുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുത്താൽ മതി. അതിൽ കൂടുതൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ തുറന്നിട്ടിട്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ല കുഴഞ്ഞു പോകണ്ട. അപ്പോൾ ഞാൻ തുറന്നിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുത്തത്.
ഇനി നമുക്ക് അതിനകത്തേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കാം. സോയാ സോസ് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഉപ്പ് ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ സോയാ സോസ് നമുക്കൊന്ന് വെജിറ്റബിൾസിലൊന്ന് മിക്സ് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്തപ്പോഴേക്കും നമ്മുടെ സോയാ സോസും വെജിറ്റബിൾസായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഈ സമയത്ത് നല്ലൊരു മണം നമുക്ക് നന്നായിട്ട് വരും കേട്ടോ. ഇനിയിപ്പോൾ അതിനകത്തേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഒരു പകുതി ക്യാപ്സിക്കം എടുത്തിട്ടുള്ളൂ. എപ്പോഴും നമ്മൾ ക്യാപ്സിക്കം വെജിറ്റബിൾസ് വെന്ത് കഴിഞ്ഞിട്ട് മാത്രം ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കം പെട്ടെന്ന് വെന്ത് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ക്യാപ്സിക്കം ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം വിട്ടു പോവാതെ തന്നെ ഒരു ജസ്റ്റ് ഒന്ന് പച്ചപ്പ് മാറി കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഈ സമയത്ത് നമ്മളെപ്പോഴും ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും ആ ഒരു സോയാ സോസിൻ്റെ ടേസ്റ്റും കൂടി ക്യാപ്സിക്കത്തിലേക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കനാണ്. ചിക്കൻ ഞാൻ നേരത്തെ വേവിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് കുരുമുളകിട്ട് മാത്രം വേവിച്ച്, ഉപ്പും കുരുമുളകിട്ടാണ് വേവിച്ചത്. അപ്പോൾ ഇത് ഒരു 2-3 പീസുള്ളൂ. ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയാണ്. നിങ്ങളിടുമ്പോൾ കുറച്ച് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ അപ്പോൾ ജസ്റ്റ് ഒന്നൊരു ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ചിക്കൻ ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചിക്കനും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ചിക്കൻ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അരിയാണ്. അപ്പോൾ നമ്മൾ അരി നേരത്തെ നമ്മൾ വേവിച്ചിട്ട് ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ മൊത്തം ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മിക്സ് ചെയ്തെടുക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായ സ്പ്രിംഗ് ഓണിയനാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഇട്ട് കൊടുക്കുക. ഇത്രേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തുന്നുള്ളൂ. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാല എല്ലാം, അതായത് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചോറിലേക്കൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ റൈസും പിന്നെ അതുപോലെ വെജിറ്റബിൾസും നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും കുറച്ച് സോയാ സോസിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 2 ടീസ്പൂണും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കും. പിന്നെ നമ്മൾ വെജിറ്റബിൾസിൽ ഇട്ട് ബാക്കി കുറച്ച് നമ്മൾ കുരുമുളക് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കുരുമുളക് പൊടിയും കൂടി ഇപ്പോൾ റൈസിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നാലാണ് നമ്മൾ ആ ഒരു ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കുരുമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നേരത്തെ നമ്മൾ കുക്ക് ചെയ്തപ്പോൾ അതിൻ്റെ ഒന്ന് എരിവ് കിട്ടാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഇടുമ്പോഴേക്കും നല്ലൊരു സ്മെല്ല്, നല്ലൊരു ഇത് വന്നിട്ടുണ്ടാവും. അതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അധികം നമുക്കിങ്ങനെ കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് റൈസ് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ കമൻസൊക്കെ നിങ്ങൾ അറിയിക്കുക. പിന്നെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ളവർക്ക് വീഡിയോസ് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.